ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പൂർണിമയും അതുപോലെ തന്നെ അച്ചുവും സേതുവും ഹരിയും പല്ലവിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരുടെ നമ്മുടെ മാധവ് നൈറ്റീസിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ പൂർണിമ പറയുവാണ്, അതെ, നിങ്ങൾ എല്ലാ ബിസിനസ്സിൽ നന്നായിട്ട് വളരണം. എന്തിനാ നമ്മുടെ പൂർണിമ ടെക്സ്റ്റൈൽസിനൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കണം വളർച്ച എന്നൊക്കെ ഇങ്ങനെ പറയാണ്. മാധവ് നൈറ്റീസ് ആ ഒപ്പം എത്തണം, അതാണ് എൻ്റെ ആഗ്രഹം. അത് കണ്ട് നിങ്ങളുടെ അച്ഛൻ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവുമായിരിക്കും എന്നൊക്കെ പൂർണിമാമ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ബേബി ചേച്ചി അവിടെ നിൽപ്പുണ്ട്. ബേബി ചേച്ചി ഇങ്ങനെ കുറച്ചു നേരം എല്ലാവരും മാധവ പെട്ടെന്ന് ഫോട്ടോയിലേക്ക് നോക്കി, നിങ്ങളുടെ സ്ഥാപനം ചേച്ചി ആഗ്രഹിക്കുന്നത് പോലെ ഒക്കെ ആവും. ഞാൻ ഒട്ടും വിചാരിച്ചതല്ല അച്ഛ ചേച്ചിയെ കൊണ്ട് ബിസിനസ് പറ്റുമെന്ന് ചേച്ചി തെളിയിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് സ്വാതി. അപ്പൊ നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വന്നിട്ട്, അതെ ചേച്ചി തെളിയിച്ചു, ഇനി തെളിയിക്കേണ്ടത് നീയാ. ഈ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയാതെ പോയിരുന്ന് പഠിക്കടി. വാങ്ങിച്ചില്ലെങ്കിൽ ചെവി ഞാൻ പൊന്നാക്കോ. ഗോ ഗ്രാബ് യു ബാഡ് ആൻഡ് സ്റ്റഡി എന്നൊക്കെ ഇങ്ങനെ പറയണേ. നൈറ്റിയുടെ കാര്യമേ ഞങ്ങളാ നോക്കിക്കോളാം ചേച്ചി എന്ന് വിളിച്ചു. എന്നിട്ട് സ്വാതി അകത്തേക്ക് കയറി പോവാട്ടോ. എല്ലാവരുടെ സ്വാതി പറഞ്ഞു വിട്ടു. അപ്പം ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണേലും പാവം, അവൾ ആളാകെ മാറിപ്പോയി. സ്വാതി ഒത്തിരി ചിരി കണ്ടാലും മതിയല്ലോ. കുഞ്ഞു കുട്ടികളെ പോലത്തെ ഒരു സ്വഭാവത്തിലേക്ക് സ്വാതി വരികയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ഋതുവിനെയാണ്. അപ്പൊ ഋതു ഓഫീസിൽ എന്തൊക്കെയോ വർക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഫോൺ എടുത്തിട്ട് നമ്മുടെ ഓഫീസിലെ ബാക്കിയുള്ള സ്റ്റാഫിനെയൊക്കെ വിളിച്ചിട്ട് പറയാണ്, അതെ, എത്രയും വേഗം തന്നെ പുതിയതായി ചാർജ് എടുത്ത ആ അക്കൗണ്ട് സെക്ഷനിലെ ആളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ മാനേജർ അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. മേഡം എന്നെ അന്വേഷിച്ചു എന്നറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. പക്ഷെ ഋതു ഭയങ്കര കലിപ്പിലാണ് ഇരിക്കുന്നത് തന്നെ കേട്ടോ. ഋതു എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ആലോചിച്ചു കൂട്ടി ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് മാം എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. അല്ല, ചാർജ് എടുത്തിട്ട് 2 ദിവസമായില്ലേ? യെസ് മാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുവരെ എന്നെ എന്താ വന്ന് കാണാതിരുന്നത്? അല്ല, ഞാൻ അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു മാഡം. ഈ സ്ഥാപനത്തിന്റെ ഓണർ അത് ഞാനാ. എന്റെ ഈ സ്ഥാപനത്തില് പുതുതായിട്ട് ഒരാൾ ജോലിക്ക് വരുമ്പോ ഇങ്ങോട്ട് വന്ന് കണ്ട് പരിചയപ്പെടണം. അതല്ലേ അതിന്റെ ഒരു മാന്യത. അല്ല, എന്നെ അപ്പോയിന്റ് ചെയ്തപ്പോ എന്നെ സേതുമാധവൻ സാർ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മാഡം. സേതുമാധവൻ അല്ല, ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ ഇൻചാർജ്, മനസ്സിലായോ? മേലാൽ ഇത് ആവർത്തിക്കരുത്. ഓക്കെ, എല്ലാം എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഞാൻ സജഷൻസ് തരും, അതിനനുസരിച്ച് വേണം പ്രവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. സോറി മാഡം, സേതുമാധവൻ സാറ് എന്നോട് അങ്ങനെയല്ല മാഡം പറഞ്ഞിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും സേതുമാധവൻ സാറോ? ഹീസ് മൈ ബ്രദർ. അയ്യോ, എന്നിട്ടാണോ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന മാഡം? ബ്രദർ എന്ന് വെച്ച ഹാഫ് ബ്രദർ. ലീവ് ഇറ്റ്. ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. ദേ, ഈ പേർച്ചേസിന്റെ ഫയല് ഒന്ന് പാസ് ആക്കണം എന്ന് പറയാനാ. വേഗം വേണം. എന്നിട്ട് ഈ ഫയൽസ് എല്ലാം ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാണ്. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തു കേട്ടോ. ഫയൽസ് എല്ലാം ചെക്ക് ചെയ്ത ശേഷം ഒരു പ്രശ്നമുണ്ടല്ലോ മേഡം എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഋതുവൊക്കെ എന്താ പറയാ, പെട്ടുപോയി എന്ന് പറയുന്നതായിരിക്കും ശരി. ഋതു ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ബുദ്ധിമുട്ടാണ് മേഡം എന്ന് പറഞ്ഞു. 50,000 രൂപയ്ക്ക് മുകളിലുള്ള എന്ത് ഇടപാട് നടക്കുന്നെങ്കിലും അത് സേതുമാധവൻ സാറ് അറിയാതെ ചെയ്യാൻ പാടില്ല എന്നാ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞാൻ ഈ ഫയൽസ് ഒക്കെ സേതുമാധവൻ സാറിനെ കാണിക്കാം. അദ്ദേഹം എതിർപ്പൊന്നും പറയുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ പാസ്സാക്കാം മേഡം. ചാടി എഴുന്നേറ്റ് ഋതു. ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റണില്ല, അത്രയ്ക്ക് കലിയായി ആൾക്ക്. ഇത് ഈ ഫയലിങ് വാങ്ങി എന്നിട്ട് അത് എന്താ പറയാ നിലത്തേക്ക് വലിച്ചങ്ങോട്ടേക്ക് എറിയാണ് കേട്ടോ. കലി പൂണ്ടിട്ട്. വേണ്ട, എനിക്ക് ആരുടെയും ഒരു ഔദാര്യവും വേണ്ട എന്ന് പറഞ്ഞു. എന്റെ സ്ഥാനം എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പേരിനൊരു പാർട്ട്ണർ, അതെനിക്ക് തൽക്കാലം വേണ്ടെങ്കിലോ? അല്ല മേഡം, നിങ്ങൾ എല്ലാവരോടും എന്താന്ന് വെച്ചാൽ അയക്കോ. എനിക്കിപ്പോ ഒന്നും അറിയുകയും വേണ്ട, ഒന്ന് കേൾക്കുകയും വേണ്ട. മേഡം വേണ്ട, ഞാൻ പോവാ എന്ന് പറഞ്ഞ് അവിടുന്ന് ബാഗും പാത്രം എന്താ പറയാ ഫോണും പാത്രങ്ങളും ഒക്കെ എടുത്ത് നേരെ ഋതു അവിടുന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങാണ് കേട്ടോ. ദേഷ്യത്തിലാള് ചെന്നിരിക്കുന്നത് ഒരു ബീച്ചിന്റെ സൈഡിലാണ്.
അപ്പോൾ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. മോളെ കൈ നോക്കണോ? വേണ്ട എന്ന് പറഞ്ഞു. കലങ്ങി മറിഞ്ഞ് നിൽക്കുകയാണല്ലോ. ഉണ്ടായിരുന്ന അധികാരം മുഴുവൻ പോയി. ഇപ്പൊ വെറും പാവ, ശരിയല്ലേ? ശരിയാണെന്ന് ചോദിച്ചാ ആയിരിക്കാം എന്നല്ല, ആണ്. കാശൊന്നും വേണ്ട, ഞാന് നോക്കി പറയാം. ശരി എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുകയാണ്. കൈ വെച്ച് കൊടുത്തു. എന്നിട്ട് അതെ മോള് ഇപ്പൊ വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണല്ലോ. എന്റെ ശത്രുക്കൾ നശിക്കാൻ സാധ്യതയുണ്ടോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതി എന്ന് പറഞ്ഞു. ആരാ മോളെ ശത്രു? നമ്മളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാ എന്ന് പറഞ്ഞു. സാധാരണ മനുഷ്യരെ മോളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരോഗ്യമുള്ള കാലത്ത് കാശിന്റെ പിറകെ ഓടിക്കൊണ്ടേയിരിക്കും. എന്നിട്ടോ കുറെ സമ്പാദിച്ചു വെച്ചിട്ട് ജീവിതം ആസ്വദിക്കാം എന്ന് അവരങ്ങ് വിചാരിക്കും. പക്ഷെ എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ മോക്ക്? നേടിയ കാശ് മുഴുവൻ വയസ്സരാം കാലത്ത് ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കേണ്ടി വരും. എന്നിട്ട് ജീവിതം ആസ്വദിക്കാൻ പറ്റുമോ? മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് മോളെ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജീവിതം. മോൾക്കിപ്പോ വേണ്ടതും അതുപോലൊരു ജീവിതമാണ്, ശരിയല്ലേ? ആണെന്നും പറയാം അല്ലെന്നും പറയാം എന്ന് പറഞ്ഞു ഋതു. മോളെ നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. മോൾക്ക് അടുത്ത് തന്നെ ഇപ്പൊ ജീവിക്കുന്ന ഈ ജീവിതം മടുക്കും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. വല്ലാത്തൊരു വിരക്തി അധികം വൈകാതെ മോളെ പിടികൂടുകയും ചെയ്യും. സൂക്ഷിക്കണം എന്നുകൂടെ പറഞ്ഞു അവര്. അപ്പം എന്തിനാന്ന് വെച്ചാല് എല്ലാം വിട്ടെറിഞ്ഞിട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഭയപ്പെടേണ്ട, പോയാലും മോള് തിരിച്ചു വരിക തന്നെ ചെയ്യും. സൂര്യനെ പോലെ തേജസ്സുള്ള ഒരാള് മോളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവാ. എന്റെ ജീവിതത്തിലേക്കോ? അപ്പൊ ഋതു ഒന്ന് നോക്കിയിട്ട് ചിരിച്ചു. അയാൾ മോളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. അതാരാ അങ്ങനെ ഒരാള്? ഉടനെ വരും. അവിടെ നിങ്ങൾക്ക് തെറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ എന്റെ ജീവിതത്തിലേക്ക് വരാനേ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ന് വരെ ആർക്കും ഞാൻ എന്റെ മനസ്സില് സ്ഥാനം കൊടുത്തിട്ടില്ല. ഇനി അത് അങ്ങനെ തന്നെ ആയിരിക്കും. രേഖകൾ പറയുന്നതാണ് ഞാൻ അറിയിച്ചത്. തർക്കിക്കാൻ ഞാനില്ല. പിന്നെ വരും എന്ന് രേഖകൾ പറഞ്ഞാൽ വന്നിരിക്കും, അതിലൊരു സംശയമില്ല. എനിക്ക് തെറ്റിയാലും രേഖകൾക്ക് തെറ്റില്ല എന്നുകൂടി ഈ സ്ത്രീ പറഞ്ഞിട്ട് അവരങ്ങ് പോയി കേട്ടോ. അപ്പൊ ഋതുവിനൊരു സംശയമൊക്കെ ഉണ്ട്, അവര് പറഞ്ഞത് സംഭവിക്കുമോ എന്നോർത്ത്. പിന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും ഹരിനെയാണ്. അപ്പൊ രണ്ടുപേരും ഹോളി വന്ന് നിൽക്കുകയാണ്. സേതുട്ടാ, എന്തിനാ അച്ചു എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? പല്ലവി എന്നോട് വരാൻ പറഞ്ഞു. അപ്പൊ രണ്ടുപേരൂടെ ഹോളി വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പൊ പല്ലവിയും അച്ചുവും കൂടി ഇതേ ഒരു പില്ലോയും കുറച്ച് നൈറ്റീസും ഒക്കെ ആയിട്ട് രണ്ടുപേരൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. യുടെ മോഡൽ റെഡി. ഇനി 2-3 ടൈപ്പ് തയ്ച്ചിട്ടുണ്ട്. ഇതിനകത്ത് നല്ലത് ഏതാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു സേതു. ഇട്ട് നോക്കിയാലേ പറയാൻ പറ്റുമോ? ഇത് സേതുവേണ്ണൊന്ന് ഇട്ട് നോക്ക് എന്ന് പറഞ്ഞു. ഞാനോ? വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനല്ലേ. ഇട്ട് നോക്കിയാലല്ലേ കുറ്റവും കുറവൊക്കെ മനസ്സിലാവോ? അല്ല പിന്നെ ഞാനോ? ഇട്ടോ സേതുവേട്ട നല്ലതാ എന്ന് ഹരി. അല്ല ഞാൻ ഇട്ടാ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഒന്നും വരില്ല, ധൈര്യം ഇട്ടിട്ടോ സേതുവേട്ടാ. ഹരി എടാ മോനെ ഹരി, നീ ഇട്ടോ എന്ന് പറഞ്ഞു ഹരിക്കും കൊടുത്തു. അല്ല ചേച്ചി ഇട്ടോ, ഇത് നിന്റെ പ്രൊഡക്റ്റാ, എനിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഇടറാ മര്യാദയ്ക്ക്, ഒരു കുഴപ്പം വരില്ല. ഇട്ടോ രണ്ടുപേരും. ഇല്ലെങ്കിലേ ഞാൻ ഇടിച്ചോളാം, ഞാൻ ഇട്ടോളാം. എന്നിട്ട് രണ്ടുപേരുടെ നൈറ്റിയൊക്കെ വലിച്ചു കയറ്റുകയാണ് കേട്ടോ. ഇത് മൊത്തം വള്ളിയൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞ. എങ്ങനെയുണ്ട്? അതെ, ഈ കുറച്ച് ഇവിടെ ടൈറ്റ് ഉണ്ട് കേട്ടോ. ഈ തൊട്ടിൽ കിടക്കുന്ന കൊച്ചിനെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പോകുമ്പോൾ ഇവിടെ ഇത് കുറച്ച് ടൈറ്റ് ആവും. അച്ചോ ഇവിടെ നിന്ന് നോട്ട് ചെയ്തേക്കണേ, ലെഫ്റ്റ് സൈഡാണ്. അപ്പം അച്ഛൻ നോട്ട് ചെയ്യാൻ നിൽക്കാണ്. ശരി, ഇനി രണ്ടാളൊന്ന് കൈപൊക്കിയേ, രണ്ടാളൊന്ന് കുഴിഞ്ഞേ. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഒരു കുഴപ്പമില്ലല്ലോ. അപ്പം ഒരു തലനെടുത്ത് കൈ കൊടുത്തിട്ട് ഇനി കൊച്ചിനെ ഒന്ന് നിങ്ങൾ ഉറക്കിയേ. അപ്പൊ രണ്ടുപേരുടെ പാട്ട് കേട്ടിട്ട് എന്റെ പൊന്നോ കൊച്ചിനെ ഉറക്കാനാ പറഞ്ഞത്, അല്ലാതെ നിങ്ങളതിനെ എന്താ പറയാ എണീപ്പിക്കാനല്ല പറഞ്ഞത് എന്ന് പറഞ്ഞു. ഇങ്ങനെയാണോ കൊച്ചിനെ ഉറക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഇവരിങ്ങനെ കളിയാക്കി ചിരിക്കാണ് കേട്ടോ. എന്നാ ശരി പതുക്കെ പാടാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് കണ്ട് ഇവർ രണ്ടുപേരും ആസ്വദിച്ച് നിൽക്കാട്ടോ. മതിയോ? ഇത്രയും പോരെ എന്ന് ചോദിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ബോറായിട്ടുണ്ട്. ഇനി ആ കുഞ്ഞിനെ നിങ്ങളൊന്ന് നിലത്തിലൊന്ന് കിടത്തണം. പല്ലവി, നമ്മുടെ കുഞ്ഞിനെ നിലത്ത് കിടത്താനോ? സേതുട്ടാ
കളിക്കല്ലേ ചുമ, മര്യാദയ്ക്ക് താഴെ കിടത്താനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ സേതു വേഗം തന്നെ, അല്ല നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ വെച്ച് നിലത്ത് കിടത്തണോ? ആ എന്നാ കിടത്താം എന്ന് പറഞ്ഞ് അവസാനം പാവയെ കെടുത്തുവാ. ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല ഇവിടെ ചെറിയൊരു പിടുത്തമുണ്ട് എന്ന് ഹരി പറഞ്ഞു. അച്ചു അത് നോട്ട് ചെയ്യണേ. അപ്പൊ അവസാനം അതേണ്ട അവരെല്ലാവരും എന്താ പറയാ എല്ലാം ഇട്ട ശേഷം ഇങ്ങനെ നോക്കി, ആ എന്താണേലും ചേച്ചി പഠിപ്പിക്കലൊക്കെ നിർത്തി നമ്മുടെ കൂടെ ചേര്, നല്ല റിസൾട്ട് ഉണ്ടാവും നമ്മുടെ കൂടെ നിന്നാല്. ബിസിനസ് ഒരിക്കലും എന്റെ പാഷനല്ല അച്ചോ, പഠിപ്പിക്കൽ അങ്ങനെയല്ല, കുട്ടിക്കാലം മുതലുള്ള എന്റെ മോഹമായിരുന്നു ടീച്ചറാകുക എന്നുള്ളത്, അതാവാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു. ആ ഇനി ഇത് ഒരിക്കൽ ചെയ്തോട്ടാ, സമാധാനം, സ്ത്രീകളെയൊക്കെ സമ്മതിക്കണം ഇത് ഇടുന്നതിന്. അപ്പൊ വേഗം ഊരി കൊടുത്ത ശേഷം സേതു, കൊള്ളാലേ, ഞാൻ ഇനി സ്ഥിരം വീട്ടിൽ ഇത് ഈ വേഷമാക്കിയാലോ എന്ന് ആലോചിക്കാം, ഇത് വെച്ച് പരസ്യം ചെയ്യാലോ, ഗർഭിണികൾക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉപയോഗിക്കാം, മെറ്റേണിറ്റി നൈറ്റികൾ, എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ, അത് പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര തമാശാക്കി കേട്ടോ. അയ്യോ നമ്മുടെ മോനെ എടുത്തില്ല പല്ലവി, ഞാൻ എടുക്കാം മോനെ, ഇങ്ങോട്ട് വാടാ എന്നൊക്കെ പറഞ്ഞ് ഇത് തലവണയൊക്കെ എടുത്ത് നമ്മുടെ പല്ലവിയുടെ കയ്യിലേക്ക് കൊടുക്കാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ സ്വാതി അവിടെ ഇരുന്ന് എന്താ പറയാ ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്ത് ആള് പാട്ടൊക്കെ കേട്ടോണ്ട് നോട്ട്സ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സേതു അതിലേ പോണത്. അപ്പൊ സേതു നോക്കുമ്പോൾ ചെവിയിൽ ബ്ലൂടൂത്ത് എഴുതുന്നു. ഈ ബ്ലൂടൂത്ത് എടുത്തിട്ട്, നീ കള്ളത്തരം കാണിക്കുന്നോടി, ചെവിയിലെ പാട്ടും വെച്ചോണ്ടാണ് ഈ നോട്ട് എഴുതിയാലേ മനസ്സിലാവൂടി നിനക്ക് എന്ന് ചോദിച്ചു. ചെവി വിട എന്റെ പൊന്നു സേതു ഏട്ടാ എന്ന് പറയുന്നുണ്ട്. ഏട്ടാ ഞാൻ ഇങ്ങനെയാ പഠിക്കാറ്, നോട്ട് എഴുതുമ്പോ പാട്ട് കേട്ടാ നല്ലതാ, എനിക്കതാ എളുപ്പം, വേദനിക്കുന്നു. അപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് വരാണ്. എന്താ പ്രശ്നം, പഠിക്കാന്ന വെപ്പം, ദേ എവിടെ അവള് പാട്ട് കേൾക്കുവാ, ഞാനത് കയ്യോടെ പൊക്കി, അയ്യോ ഞാനിങ്ങനെ സ്ഥിരം ഇങ്ങനെ ചെയ്യാറ്, ചേച്ചി ഒന്ന് പറ എന്ന് പറഞ്ഞു. പാട്ടും പഠിത്തവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് കഴിയും, ചെവി ഇത് വിട് സേതു ഏട്ടാ എന്ന് പറഞ്ഞു. അവസാനം ചെവി അത് വിട്ടു. ഓ എന്റെ പൊന്നോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ പല്ലവി ബുക്ക് എടുത്ത് വെച്ച് നോക്കാണ് കേട്ടോ. ശരിയാക്കി തരാട്ടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ സേതു. ഇവള് നോട്ട് എഴുതുക തന്നെയായിരുന്നു, ഇവള് പറഞ്ഞതാ ശരി, ഇവള് നോട്ട്സ് എഴുതുമായിരുന്നു, ആവശ്യമില്ലാതെ വെറുതെ. അല്ല പല്ലവി, ദേ ഇവിടെ നിമ്മ പറ്റിക്കാട്ടോ, 1ാം റാങ്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കും, അത് ചുമ്മാ ഇവള് കളിപ്പീരാന്നാ തോന്നുന്നത്, ഇവളുഴപ്പാ, ഈ ഏട്ടനൊന്നും അറിയില്ല. അല്ലെങ്കിൽ ടീച്ചർ പറയട്ടെ, കഴിഞ്ഞ തവണ ക്ലാസ്സില് ആരായിരുന്നു ഫസ്റ്റ്, ഈ ഞാനല്ലേ? അതെ. അപ്പൊ അതെങ്ങനെയാ വാങ്ങിയത് എന്ന് ചോദിച്ചു. പഠിക്കാഞ്ഞിട്ടാ, അന്ന് ഞാൻ പാട്ട് കേട്ട് തന്നെയാ മാർക്ക് വാങ്ങിയത്. അപ്പൊ ഞെട്ടിപ്പോയി സേതു. അല്ല അപ്പോ അതെപ്പോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെങ്ങനെ അറിയാനാ, ക്ലാസ് ടെസ്റ്റിന് നിനക്കായിരുന്നു ഫസ്റ്റ്, ടീച്ചർ നിൽക്കുമല്ലേ, ചോദിച്ചു നോക്ക. ആണോ പല്ലവി? ഇവള് പറഞ്ഞതാ സേതുവേട്ടാ ശരി, ഇപ്പൊ എന്റെ ക്ലാസ്സില് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി സ്വാതിക തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞെട്ടി കേട്ടോ സേതു. ഒന്ന് പൊങ്ങി ആളിങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കണം. അപ്പോ എനിക്ക് തെറ്റിയതായിരിക്കും. എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ്യേ, പാട്ട് കേട്ടോ, എന്നാ പാട്ട് കേട്ട് പഠിച്ചോ എന്ന് പറഞ്ഞു. കുറെ പാട്ട് കേട്ടോ. അതായത് നിക്ക് പോവാൻ വരട്ടെ, എന്റെ ചെവിക്ക് പിടിച്ചതോ, അത് പിന്നെ അറിയാതല്ലേ പിടിച്ചത്, എന്നാ പഠിക്കാൻ വേണ്ടിട്ടല്ലേ, അറിയാതാണെങ്കിലും അല്ലെങ്കിലും തെറ്റ് തന്നെയാ, പറ്റിപ്പോയി, മുതിർന്ന ആൾക്കാരല്ലേ, ഇനി അതേ പിടിച്ചു തൂങ്ങണ്ട, ശരിയേ, പക്ഷെ പ്രായച്ചിത്തം ചെയ്യണം. പ്രായച്ചിത്തോ പല്ലവി എന്ന് വിളിച്ചു. അപ്പൊ പല്ലവിയും കൈയൊഴിഞ്ഞു. എന്ത് വേണമെന്ന് ഏട്ടന് തീരുമാനിക്കാം, ഏട്ടൻ പറയുന്നത് പോലെ. എന്താ ചെയ്യാ, വേഗം പറഞ്ഞോ എന്ന് ചോദിച്ചു. അല്ല ചെയ്തോ വേഗം ചെയ്തോ, അതെ ചെയ്തേ പറ്റൂ എന്ന് പല്ലവിയും പറയാണ്. അവസാനം നിവർത്തിയില്ല, ഒരു രക്ഷയില്ല, എന്നാ പിന്നെ ഏത്ത വിടാം എന്ന് പറഞ്ഞു. ഒരു 100 ഏത്ത വിട്ടോ. 100ഓ? തുടങ്ങ് 100 കുറയില്ലല്ലേ, ശരി എന്നാ ഇടാം എന്ന് പറഞ്ഞ് അവസാനം സേതു 100 എണ്ണം ഇടുകയാണ് കേട്ടോ. ഓ എന്നെ പൊന്നു, തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ബാക്കി പിന്നെ ഇടാം. അപ്പൊ സേതു, എന്താണെങ്കിലും കൊള്ളാം, ഇതിൽ നിന്ന് സേതുവേട്ടന് എന്താ മനസ്സിലായി എന്ന് ചോദിച്ചു സ്വാതി. മേലിൽ കാര്യങ്ങളൊന്നും അറിയാതെ എടുത്ത് ചാടരുത്, മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് എന്ത് പാഠം പഠിച്ചു സേതുവേട്ടൻ എന്ന് ചോദിച്ചു. ഉടനെ നമ്മുടെ പല്ലവി, പാട്ട് കേട്ട് നോട്ട് എഴുതാം, അത് കണ്ടാൽ ഇതുപോലെ എഴുത്തവിടേണ്ടി വരും, അതിൽ കയറി ഇടപെട്ടാൽ എന്നും മനസ്സിലായി എന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം, ഞാൻ അങ്ങ് ചെല്ലട്ടെ
എന്ന് പറഞ്ഞ സേതു വേഗം അവിടുന്ന് സ്കൂട്ടാകുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പാറുവിനെയും വിശ്വത്തിനെയാണ്. അപ്പൊ പാറു വിശ്വത്തിനെ കാത്തു നിൽക്കുകയാണ്. വിശ്വ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. തന്നെ പാറു ആ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ആ ശരവണൻ വിളിച്ചിരുന്നു, വെള്ളിയാഴ്ച എന്താ പറയാ രജിസ്റ്റർ ചെയ്തു തരാം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതെ, ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഒരു കുഴപ്പമില്ല, ശരവണൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തോളും, നീ പേടിക്കണ്ട. ഒരു കണക്കിന് വെച്ചാ എല്ലാം ഇപ്പൊ തന്നെ നടക്കുന്നത് തന്നെയാ നല്ലത്. വീട്ടിലെല്ലാരും വിചാരിക്കുന്നത് അമേരിക്കയിലേക്ക് പോകുന്ന, ഇതറിയുമ്പോൾ അവർ തകർന്നു പോകും വിശ്വ എന്ന് പറഞ്ഞു. സത്യത്തില് ഇടയ്ക്ക് എനിക്ക് തോന്നും ഇതൊന്നും വേണ്ടിയില്ലാന്ന്. നമ്മൾ നല്ലോണം ജീവിച്ച് കാണിച്ചു കൊടുക്കും, അവരുടെ വിഷമമൊക്കെ മാറല്ലേ, ഇത് വേണ്ടായിരുന്നു എന്നും തോന്നിപ്പോവാ എന്നിങ്ങനെ പറഞ്ഞു. എത്രയും കാലവും വളർത്തി വലുതാക്കിയിട്ട് ഞാൻ ചതിക്കല്ലേ ചെയ്യണത്? എന്റെ ചേച്ചിയെ വരെ ഞാൻ ചതിക്കാ ചെയ്തത്. അതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ലേ പാറു. എന്താ തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്കിത് വേണ്ടാന്ന് വെക്കാം എന്നൂടെ വിശ്വം പറയാണ് കേട്ടോ. അപ്പൊ പാറു ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.